ചെറുക്കനൊക്കെ ഇവര് എഴുന്നേറ്റില്ലേ? എടാ അനു, നീ എഴുന്നേറ്റില്ലേ? ചായ തണുത്തിട്ടുണ്ടാവൂട്ടാ. ഒന്ന് എഴുന്നേറ്റ്. തണുത്തിട്ട് പിന്നെ എന്നോട് ചൂടാക്കാൻ പറയരുത് കേട്ടാ. ഓ, കുറച്ചേരം കൂടി കിടക്കട്ടെ ഉമ്മ, ചായ ഞാൻ കുടിച്ചോളാം. കട്ട് ചെയ്ത് വിളിച്ചിട്ട് എടുക്കണത് അവന് ഇതന്നെ സ്ഥിരം പരിപാടി. എടാ അവൻ വന്നോളും, നമ്മൾ ഇവിടെ ഇരിക്കാറ്, അവനറിയാല. നിനക്ക് ആ ചായ കുടിച്ചിട്ട് പോയിക്കൂടെ? എന്നും അതെ, ചായ 2 തവണ ചൂടാക്കണം. ഗ്യാസിന്റെ വില കൂടണത് ഇവൻ അറിയോ? എടാ ഈ മാർക്കറ്റ് എല്ലാ ദിവസവും ഉണ്ടാവൂടാ? ഏത് ഈ മാർക്കറ്റാ? അത് കുറച്ച് പൊളിച്ചിട്ട് വഞ്ചി കയറ്റി വിടും. നാളെ വേറെ മാർക്കറ്റ് കൊണ്ടുവരും. എനിക്കൊരു സിഗരറ്റ് വലിക്കണം. എന്നാ കൂട്ടുവരാ. പട്ടിയാണ് പോലെ പട്ടി. എത്ര വർഷത്തെ ഫോണാലടാ ഈ സാധനമൊക്കെ ഇപ്പോഴും ഉണ്ടാ? എടാ ഷിബു എന്തേ? ഷിബുവിന് വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു പറഞ്ഞു. ഇതെന്താണ്, എന്ത് പറ്റിയാണ്? എടാ അത് മറുകാണ്. അതെന്താന്നറിയാമോ? കൊള്ളന്റെ മുതലേ അടിക്കാൻ പോയിട്ട് അശോ മണ്ണനാണല്ല മിണ്ടല്ലേട്ടാ. അണ്ണാ ഞാൻ അവിടെ ഇല്ല അണ്ണാ, മാർക്കറ്റിൽ പണിക്ക് വന്നാക്കിയാണ്. ആ ഗൂഗിൾ പേ ചെയ്താക്ക. ഇതൊക്കെ ആര് ചെയ്യാനാണ്? ഞാൻ പോകെ കൂടി ഊതിങ്കാട് വിട്. പിന്നെ ഇതെല്ലാം കൂടി ആണ് വീഴുക. എന്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഇവർക്കിതെന്തു പറ്റി? ഒന്നിപ്പോ ഓടപ്പൊന്നു. മലേഷ്യ, ഗോവ, മൂന്നാർ. എടാ നമുക്കൊരു ട്രിപ്പ് പോയെങ്കിലാ? കൊറേ നാളായി ഞാൻ ആലോചിക്കണം. എങ്ങനെ ഐഡിയ. ലക്ഷദ്വീപിലോട്ടാക്കിയാലേ നമുക്ക്. ലക്ഷദ്വീപിലേക്കാ? ലക്ഷദ്വീപ് കുഴപ്പമുണ്ടാവില്ല. ഫോൺ വിളിച്ചെടുക്കാത്ത വന്ന നിനക്കെത്ര ഫോൺ വിളിച്ചെടുത്താല്? എന്നിട്ട് വേണം ഇനി ഉമ്മച്ചിക്ക് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ശരി. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഒന്നും കൂടെ കൂട്ടൂറിന് ഇഷ്ടമല്ല. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഉമ്മിച്ച് എങ്ങനെയാണ് പറയാണ്ടിരിക്കണത്? എനിക്ക് വല്ല പണിക്കുമ്പോ കൂടെ ഈ വെറുതെ കിടന്നിട്ടല്ലേ ഈ ഉമ്മിച്ച് ഇങ്ങനെയൊക്കെ പറയണത്? നിനക്ക് വേറെ വല്ല വർത്താനം പറഞ്ഞിട്ട് ഇവൻ വല്ല പണിക്ക് പോവൻ. എടാ ടൂർ പറഞ്ഞ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ലക്ഷദ്വീപിലോട്ടാണ്. ലക്ഷദ്വീപിലേക്കൊക്കെ പോണേ നല്ല ചെലവില്ലടാ, പൈസ ചെലവുണ്ട്. അത് മാത്രമല്ല സ്പോൺസറൊക്കെ വേണം. എടാ അതിന് നീ പേടിക്കണ്ട, അതിനുള്ള ടീമൊക്കെ നമ്മുടെ അടുത്തുണ്ട്. എന്നാലും നല്ല പൈസ ചെലവില്ലേ? ഇത്രയും പൈസ ഒക്കെ മുടക്കി പോവാനായിട്ട് ആരുടെ അടുത്തുണ്ട്? പൈസ റെഡിയാവും, സമാധാനായിട്ടിരിക്കും. ഞാൻ അതിനെ ഉമ്മച്ചിയുടെ തന്നെ ചോദിക്കണം. അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ ഇനി ഒരു കാരണം നോക്കിയിരിക്കും. ശരിയാവുന്നു. എന്നാ പോവാന്നോ? നല്ല വിശപ്പ്. എന്നാ പോവാല്ലേ? പോവാന്നോ? ഈ തിന്നണ നേരത്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചൂടെ നിനക്ക്? എടാ അനു, എന്താ പ്രശ്നം? എന്തായാലും എന്നോട് പറയേ നീ. എടാ എന്താ? എൻ്റെ ഫ്രണ്ട്സേ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ലക്ഷദ്വീപിലേക്കാണ്. ഞാനും പോകുന്നുണ്ട്. ഓഹോ, ലക്ഷദ്വീപ് വരെ പോകാനുള്ള പൈസയൊക്കെ നിന്റെ കയ്യിലുണ്ടല്ലേ? എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് കാശും വിജയനും? അനു, 10ന്റെ പൈസ ഇല്ലാതെ നട്ടം തിരിയാ ഞാനിവിടെ കിടന്ന്.
ഉമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ടൂർ പോകാന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. എന്താടേനു ഉമ്മച്ചി മോതിരം എനിക്കൊന്ന് പണയം വെക്കാൻ തരും. അല്ലെങ്കിൽ വേണ്ട, ഇത് ഒരുപാട് പഴയതായില്ലേ, നമുക്കിത് വിൽക്കാം. നീ കൈയെടുത്തേ. അതെ, നിനക്ക് എത്ര വയസ്സായെന്ന് വിചാരം? 10-25 വയസ്സായില്ലേ? നിന്റെ കൂടെ ഉള്ളവരെ പഠിപ്പും കഴിഞ്ഞ് ജോലിയും ചെയ്ത് നല്ല നല്ല ജോലിയും ചെയ്ത് നടക്കണം. കല്യാണവും കഴിഞ്ഞു, നീ മാത്രം ഇങ്ങനെ നടന്നോ? അല്ലെങ്കിൽ എന്നെ പറഞ്ഞാ മതി. പുന്നരിച്ച് ഇപ്പൊ ഓരോന്ന് കാട്ടിക്കൂട്ടണുണ്ട്. അനു ഞാൻ പറയട്ടെ. എടാ അനു, നീ വിചാരിക്കണ പോലെയല്ല. ദേ, കൊറോണ സമയത്ത് നമ്മൾ നരകിച്ചപ്പോ പോലെ ഞാൻ ഈ മോതിരം ഒന്നും ചെയ്തിട്ടില്ല, അറിയോ? ഞാനൊരു കാര്യം പറയട്ടെ. ഈ മോതിരം ഉണ്ടല്ലോ, എനിക്കെന്റെ ഉമ്മച്ചി തന്നതാ. ഇത് വിൽക്കാനും പണയം വെക്കാനൊന്നും പാടില്ല എന്നാ ഉമ്മച്ചി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എടാ, എനിക്കാണെങ്കിൽ പെമ്മക്കളില്ല, നീ മാത്രമല്ലേ ഉള്ളൂ. എന്റെ കാലശേഷം നിനക്കുള്ളത് തന്നെയാ ഇത്. ഈ മോതിരം ഉണ്ടല്ലോടാ, നല്ല ബർക്കത്താടാ. പിന്നെ ഇത് മാത്രം നീ എന്നോട് ചോദിക്കരുത്. സാരമില്ല ഉമ്മച്ചി, എനിക്ക് ടൂറ് പോകണമെന്നൊന്നുമില്ല. നിനക്ക് എത്ര രൂപ കഴിഞ്ഞു ടൂർ പോകാൻ? 10,000. 10,000 രൂപ ഞാൻ നോക്കട്ടെ, കുടുംബശ്രീന്ന് അങ്ങനെ ഒപ്പിക്കാൻ പറ്റും കേട്ടാ. എപ്പാ ദൈവമേ, നീ ഷായനെ വിളിച്ചാ? ഞാൻ ദേവൻ കേട്ടാ. കുഞ്ഞുമ്മ, അതെ, ഉമ്മച്ചിയുടെ മോതിരം എവിടെ വെച്ചേക്കണ? അതാരാ വെച്ചേക്കണെന്നറിയോ? അതെ, ഇല്ലേ? ഞാൻ കഴിച്ച്. ശരി, ഓക്കെ എന്നാ. ഹലോ. ഹലോ. അതെ, ഒന്ന് ഇവിടം വരെ ഒന്ന് വരുമോ? ഇപ്പോഴാ? അതെ, വന്നിട്ട് പറയാം. ഇപ്പൊ തന്നെ വരുമോ? ശരി. അൻസേ, എന്താണ് നിന്റെ പ്ലാൻ? നീ കാര്യം പറഞ്ഞിട്ട് നീ ഇനി മുന്നോട്ട് പോയാ മതി. ഈ പച്ചപ്പാതിരൊക്കെ മനുഷ്യനെ ഇടങ്ങാറാക്കാൻ വേണ്ടിട്ട് എന്താണ്? എന്തുണ്ടെങ്കിലും നീ പറയടാ. നീ അവിടെ നിന്നേ, നീ എവിടെ പോണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. എനിക്ക് എന്റെ ഉമ്മച്ചിയുടെ മോതിരം എടുക്കണം. മോതിരോ? കാര്യം നീ എന്റെ കൂട്ടുകാരനാണ്. ഇത്
ശരിക്കും പറഞ്ഞ പുലിവാല് പിടിച്ച പരിപാടിയാണ് അൻസേ. ഇത് നീ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ വരൂ. നിനക്കറിയാമോ ഇത് ഇടങ്ങീറാണത് അൻസേ. ഇത് തീക്കളിയാണ് ട്ടാ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂലെങ്കി നീ എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്. കുറച്ച് വെള്ളം തരുമോ? കുറച്ച് വെള്ളം തരുമോ? എന്താണോ എന്താ ഇവൻ സ്വപ്നം കണ്ട? വല്ലത് കോതി കിടക്കാൻ പറഞ്ഞ കേക്കില്ല. കിടന്നേ. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ മദ്യക്കുപ്പി കൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നുള്ള ഏറ്റവും സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത ഇന്ന് രാവിലെ 5:55 6 മണിക്ക് മുമ്പ് ഞാൻ ആദ്യം കേൾക്കുന്ന വാർത്ത ഇതായിരുന്നു. എന്നെ പോലെ എത്രയോ ആളുകൾ ആ ദിവസം പോയി എന്ന് വിചാരിക്കും. മാത്രമല്ല ഇങ്ങനെ ഒരു അമ്മയോടൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ് എന്നെ നേരത്തെ വിശന്നോ? പ്രതി മദ്യമൊഴിച്ച് കത്തിക്കാനും റെഡി ആയിട്ടുണ്ട്, കഴിച്ചോ? വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത്. പാവം അമ്മ. മകൻ അജയകുമാർ കസ്റ്റഡിയിലായിട്ടുണ്ട്. മദ്യപിച്ച് ഉന്മത്തനായ മകനാണ് ഇത് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും. മലയാളി കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വാർത്തയിലേക്കാണ് താങ്കൾ വാർത്ത വായിച്ചത്. തീർച്ചയായും കാരണം ദാരുണമായ ഒരു കൊലപാതകമാണ് ഇന്നലെ അർദ്ധരാത്രി തിരുവനന്തപുരം കല്ലിയൂരിൽ നടന്നത്. നമുക്കൊരിക്കലും പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ കൊലപാതകം നടന്നത്. ഈ മദ്യപാനം വിലക്കിയതിനെ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ അമ്മയും മകനും മാത്രമാണ് ഇന്നലെ ഈ വീട്ടിലുണ്ടായിരുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നലെ മദ്യപിച്ചിരുന്നു. ആദ്യം ഒരു കുപ്പി മുഴുവൻ മദ്യപിച്ച ശേഷം വീണ്ടും മദ്യപിക്കാൻ മുതിർന്നപ്പോൾ അമ്മ വിലക്കി. അതിലെ പ്രകോപനമാണ് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്താൻ ഈ മകൻ തുനിഞ്ഞത്. ആദ്യം ഈ